الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أبى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا أيها الناس اتقوا الله അള്ളാഹുവിന്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടെ ശരിയായ ജാഗ്രതയോടെ പാലിക്കുകയും ജീവിതത്തിൽ പുലർത്തുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. സൂക്ഷ്മാലുക്കളായി ജീവിക്കുവാനുള്ള മാനസികവും ശാരീരികവുമായ കരുത്ത് പ്രദാനം ചെയ്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മൾ അധികാരവുമായി ബന്ധപ്പെട്ട കുറേ വർത്തമാനങ്ങൾ പറഞ്ഞിരുന്നു. അവിടെ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇതോട് ചേർത്ത് തന്നെ വിശുദ്ധ ഖുർആൻ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയുന്നതും വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിക്കേണ്ടത്. അവരുടെ ചരിത്രത്തിന്റെ പല വിശദാംശങ്ങൾ അതൊന്നും വ്യക്തമല്ല, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ചില സംഗതികൾ ഇതിനിടയിലൊക്കെ സൂചിപ്പിക്കാമെങ്കിൽ പോലും അതിൽ നിന്നുള്ള പാഠങ്ങൾ, നമുക്കത് പകരുന്ന ഗുണപാഠങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഏത് ചരിത്രം വായിക്കുമ്പോഴും ഏത് കഥ വായിക്കുമ്പോഴും അതാണ് പ്രധാനം എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അധ്യയന രീതി, ഒരു പഠന രീതി നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. നമ്മൾ അധികാരത്തിന്റെ ചില തന്ത്രങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിരുന്നത് ഓർക്കുക. ഇത് കൂടുതൽ വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഫിറഔനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. ഫിറഔന്റെ ഇസ്തിഖ്ഫാഫ് എന്ന് ഖുർആനികമായി വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണതന്ത്രത്തെ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ ജനങ്ങൾ അയാൾക്ക് നൽകുന്ന അനുസരണം, ഇതിൻ്റെ ഒരു മനഃശാസ്ത്രം വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നതാണ് ഫസ്തഖഫ ഖൗമഹു എന്ന ഖുർആനിന്റെ പ്രയോഗം എന്നാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. എന്തായിരുന്നാലും അത് നമുക്കിനിയും ആവശ്യം വരും. അധികാരത്തിന്റെ തന്ത്രങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ കാർണിവലുകളെ കുറിച്ചും ആഘോഷങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു. കാർണിവലുകൾ ഒരേ സമയം അത് വളരെയധികം പഠനമർഹിക്കുന്ന ഒരു വിഷയമാണ്. കാർണിവൽ എന്നതിനെ ഒരു വലിയ സാഹിത്യ സാധ്യതയായി, കാർണിവലസ് എന്നാണ് അതിന് പറയുന്നത്, വികസിപ്പിച്ചിട്ടുണ്ട് റഷ്യൻ സാഹിത്യ സൈദ്ധാന്തികനായ മീക്കായിൽ ബാഖ്തിൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ
ഈ കാർണിവൽ സമയത്ത് ജനങ്ങൾക്ക് സവിശേഷമായ ചില അധികാരങ്ങളൊക്കെ നൽകപ്പെടും. ആർക്കും രാജാക്കന്മാരെ പോലെ വേഷം ധരിക്കാം. അതുപോലെ ഏതൊരാൾക്കും ബിഷപ്പിനെ പോലും അല്ലെങ്കിൽ പോപ്പിനെ പോലും മിമിക്ക് ചെയ്യാനുള്ള അവകാശം വരേണ്ടതാണ്. അതൊരു പ്രത്യേക സന്ദർഭമാണ്. അത് സാധാരണഗതിയിൽ ക്രിസ്ത്യൻ യൂറോപ്പിൽ അത് റോമൻ ആചാരമാണ്. അതിന്റെ മറ്റൊരു വെർഷൻ റോമൻ ശനീശ്വരനുമായി ബന്ധപ്പെട്ട് സാറ്റേൺ എന്ന അവരുടെ ദൈവവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ആഘോഷം പിന്നീട് യൂറോപ്യൻ ക്രിസ്ത്യൻ കൾച്ചറിന്റെ ഭാഗമായി മാറിയതാണ്. ഇപ്പോഴത് ഏറ്റവും കൂടുതലായിട്ട് ആഘോഷിക്കപ്പെടുന്ന ഏരിയകളിൽ അർജന്റീന, ബ്രസീൽ പോലുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും പെടും. ബ്രസീലിലെ റിയോ കാർണിവലാണ് ഇന്നത്തെ ഏറ്റവും വലിയ കാർണിവലായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പോൾ അത് നൊയമ്പ് എന്ന് പറഞ്ഞിട്ട് ക്രൈസ്തവരുടെ ഒരു വ്രതകാലമുണ്ട്. അതിന്റെ തൊട്ടു മുമ്പ് മനുഷ്യൻ അങ്ങോട്ട് ഫ്രീ ആയതിനു ശേഷം, ആഘോഷിച്ച് അറുമാദിച്ചതിന് ശേഷം നൊയമ്പ് എന്ന് പറയുന്ന ഒരു ഘടനയിലേക്ക് പ്രവേശിക്കുക എന്ന ഒരു സംഗതി. അതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അതിന് ഏറ്റവും വലിയ സവിശേഷത ഇതാണ്, അത് എല്ലാ അർത്ഥത്തിലും ഉപരിവർഗത്തെ പരിഹസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പോലും തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഈ കാർണിവലസ്ക് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ബാക്തിൻ വികസിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സറ്റയറുകൾ, കോമഡികൾ, സാഹിത്യം മുതലായിട്ടുള്ള സംഗതികളൊക്കെ അദ്ദേഹം അങ്ങനെ അന്നിലൊക്കെ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനെ ഒരു വിപ്ലവത്തിന്റെ ഒരു റിഹേഴ്സലായിട്ട് ബാക്തിൻ കാണുന്നുണ്ട്. എന്നാൽ അതിനെ അതിശക്തമായി വിമർശിച്ചുകൊണ്ട്, അതിനെ നിഷേധിച്ചുകൊണ്ട്, എന്നാൽ അതിനോട് വിയോജിച്ചുകൊണ്ട്, അത്രേ പറയാൻ പാടുള്ളൂ, വിയോജിച്ചുകൊണ്ട് ടെറി ഈഗിൾട്ടൺ, ഉംബർട്ടോ എക്കോ മുതലായിട്ടുള്ള ചിന്തകരും രംഗത്ത് വന്നിട്ടുണ്ട്. അവർ കുറച്ചുകൂടി ആഴത്തിൽ ഇതിനെ പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് തരുന്നത് നമ്മുടെ ഉള്ളിലുള്ള രോഷത്തെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു സൗകര്യം മാത്രമാണ്. കാർണിവൽ രണ്ട് തരത്തിലാണ്. ഒന്നത് വലിയൊരു ആഘോഷമാണ്. രണ്ടാമത്തത് ആ സമയത്ത് വിമർശനങ്ങളും മറ്റുമൊക്കെ ഉന്നയിക്കാം. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സിസ്റ്റം തന്നെ നമുക്ക് തരുന്ന ഒരു ആനുകൂല്യമാണ്. സിസ്റ്റത്തെ തകർക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു ആനുകൂല്യവും സിസ്റ്റം തരില്ലല്ലോ. അപ്പൊ നമ്മൾ ആ സമയത്ത് രാജാവിനെ വിമർശിക്കുന്നു, അധികാരത്തോട് എതിര് പ്രകടിപ്പിക്കുന്നു, അതുപോലെ ബിഷപ്പിനെ പരിഹസിക്കുന്നു. അതോടുകൂടി ഈ സിസ്റ്റത്തോടെല്ലാം നമുക്കുണ്ടാകുന്ന എല്ലാ രോഷവും അതോടുകൂടി ഡിലീറ്റ് ആയി പോവാണ്, അല്ലെങ്കിൽ ഡിസ്ചാർജ് ആയി പോവാണ്. ശരിക്കും പറഞ്ഞാൽ സേഫ്റ്റി വാൽവ്, പ്രഷർ കുക്കറിൽ മർദ്ദം വർദ്ധിക്കുമ്പോഴാണല്ലോ ഈ സേഫ്റ്റി വാൽവ്, അതിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് പോവാണ്. ഇതുപോലെ അതങ്ങോട്ട് നമ്മുടെ ഇമോഷൻ എക്സോസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം മാത്രമാണ് എന്നതാണ് എക്കോയുടെയും അതുപോലെ ഈഗിൾട്ടന്റെയും ഒക്കെ വിമർശനം. അത് വസ്തുതയുമാണ്. നമ്മുടെ രോഷത്തെ ഡിസ്ചാർജ് ചെയ്യുന്നത്, എന്തിനധികം ചിലപ്പോൾ രോഷപ്രകടനങ്ങൾ പോലും. അതൊരു പക്ഷേ കഴിഞ്ഞ തവണ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, സ്ലാക്ടിവിസം എന്ന് പറയും. സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ സജീവമായ ഇടപെടലുകൾ, ഒരുപാട് പറയാൻ സാധ്യതയുള്ളതിനെ ഒരൊറ്റ സ്റ്റാറ്റസിൽ നമ്മൾ അങ്ങോട്ട് ഒതുക്കും. സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റാറ്റസ് നമ്മുടെ വീര്യത്തെ അങ്ങോട്ട് പുറന്തള്ളുകയാണ് ചെയ്യുക. ആ പുറന്തള്ളുന്നതോടുകൂടി അത് തീർന്നു എന്നുള്ളതാണ്, അത് ഡിസ്ചാർജായി. വ്യക്തിപരമായ ഒരു അനുഭവം പറയാം. മക്കത്ത് പോയപ്പോൾ അവിടെയുള്ള ഓരോ സ്ഥലവും സന്ദർശിച്ചപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഫേസ്ബുക്കിൽ ഓരോ പോസ്റ്റ് ഇടണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ പടച്ചതമ്പുരാന്റെ അപാരമായ അനുഗ്രഹത്താൽ അത് സാധിച്ചില്ല, നടന്നില്ല. പക്ഷെ അതുകൊണ്ടെന്തായെന്ന് വെച്ചാൽ ഈ ഒരു അഭിലാഷം ഉള്ളിലങ്ങനെ കിടന്നിട്ട് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വന്നത് ഒരു പുസ്തകമായിട്ടാണ്. ഞാനൊരു പുസ്തകം എഴുതാന്ന് പറഞ്ഞാൽ സാമൂഹ്യ രംഗത്ത് വലിയൊരു സംഭവമൊന്നുമല്ല. എന്നിരുന്നാൽ പോലും ഒരു പക്ഷേ ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ 5-10 പുസ്തകങ്ങൾ സ്വന്തമായിട്ടുണ്ട്. പക്ഷെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തന്നെയും പ്രിയപ്പെട്ട ഒരു പുസ്തകമായിട്ടാണ് അത് മാറിയത്. അപ്പൊ അത്രയും വലിയൊരു സംരംഭമായിട്ട് എന്നിൽ നിന്ന്, പറഞ്ഞല്ലോ ഞാനൊരു നിസ്സാരനാണ്, പലപ്പോഴും നിസ്സാരരായ ആളുകളെ കൊണ്ട് വലിയ കാര്യങ്ങൾ പടച്ചതമ്പുരാൻ ചെയ്യിക്കും. എന്റെ വാചകമല്ല, ഇത് സെന്റ് പോൾ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ തിയോളജി നമുക്കത്ര സ്വീകാര്യമായ ഒന്നുമല്ല, എന്നാലും ആളുകൾ പറയുന്ന എന്തും നമുക്ക് അതിൽ നന്മ സ്വീകരിക്കാനോ. സെന്റ് പോൾ പറയുന്നുണ്ട്, നിസ്സാരരായ ആളുകളെ കൊണ്ട് ദൈവം ചിലപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യിക്കും. എന്തിനാണെന്നറിയോ? തന്നെക്കാൾ മേലെ ഒരു നാമവും പ്രകീർത്തിക്കപ്പെടാതിരിക്കാൻ, തന്നെക്കാൾ മേലെ ഒരു നാമവും പ്രകീർത്തിക്കപ്പെടാതിരിക്കാൻ നിസ്സാരരായ ആളുകളെ കൊണ്ട്. അപ്പൊ അന്നിലേക്ക് എന്തോന്ന് സംഭവിച്ചു എന്ന് മാത്രമേ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതേസമയം ഈ ഒരു അഭിലാഷത്തെ സ്റ്റാറ്റസുകളായിട്ട്, സോഷ്യൽ മീഡിയ സ്റ്റാറ്റസുകളായിട്ട് പുറത്തേക്ക് വിട്ടിരുന്നെങ്കിൽ അത് സംഭവിക്കുകയായിരുന്നില്ല. ഇതൊരു ഉദാഹരണമായിട്ട് മാത്രം പറഞ്ഞതാണ്.
പല കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇത്തരം സൗകര്യങ്ങളൊക്കെ ഡിസ്ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് എന്നുകൂടി കാണണം. ആക്ടിവിസം വേണ്ടെന്നല്ല, അത്തരം ആക്ടിവിസം കൊണ്ടും ധാരാളം പ്രയോജനങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ഈ കാർണിവലിലൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയാറുണ്ട്. ഈ രൂപത്തിൽ ആളുകളുടെ വികാരങ്ങളെ ലഘൂകരിക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയും കൂടിയാണ് ഫറോവയുടെ ഇസ്തിഗ്ഫാഫ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇതൊക്കെ പറയുന്ന സമയത്ത് പലപ്പോഴും പറഞ്ഞതാണ്, ഈ ഖുതുബ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ സാമൂഹിക ബാധ്യതകളെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. തഖ്വയോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? തഖ്വയോടുകൂടി നിസ്കരിക്കുക എന്നത് അതിൻ്റെ ഒരു അർത്ഥമാണ്. നിസ്കരിക്കുമ്പോൾ പരമാവധി മനുഷ്യൻ ഭക്തിയുള്ളവനായി മാറും. എന്നാൽ ആളുകളുമായിട്ടുള്ള ഇടപെടലുകളിൽ അത് ശരിക്കും നിലനിന്നോളുന്നില്ല. അപ്പൊ കുറെ കൂടി നമ്മൾ ശ്രമം കൈക്കൊള്ളേണ്ടത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മുടെ സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നിടത്ത്, നമ്മുടെ സാമൂഹികമായ ഇടപെടലുകളുടെ കാര്യത്തിൽ ഒരാളോട് പറയുമ്പോഴും ഒരാളോട് സംസാരിക്കുമ്പോൾ നീതിപൂർവം, അത് പലപ്പോഴും നമ്മൾ മറന്നുപോയി. ആ മറവിയെ ഇല്ലാതാക്കാൻ വേണ്ടി കൂടിയാണ് നിസ്കാരം എന്നും മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ദൈവികമായിട്ടുള്ള ബോധം, ആ ഒരു കോൺഷ്യസ്നെസ്, പടച്ചതമ്പുരാനെ സംബന്ധിച്ചുള്ള ആ കോൺഷ്യസ്നെസ് ദുർബലമാകാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് 5 വക്ത് നിസ്കാരം. അത് കേവല അനുഷ്ഠാനമൊന്നുമല്ല. സ്വബഹ് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീറ്റ് നമ്മുടെ വ്യവഹാരങ്ങളിലൊക്കെ വ്യാപൃതരാകുന്നതോടുകൂടി ഇതങ്ങോട്ട് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് യഥാർത്ഥത്തിൽ പള്ളിയിലങ്ങ് വരുന്നതോടുകൂടി അതങ്ങോട്ട് കൂടുകയാണ് ചെയ്യുക. ഇവിടെ ഡിസ്ചാർജ് ചെയ്യുന്ന സംവിധാനമല്ല, മറിച്ച് കൂടുതൽ ചാർജ് ചെയ്യാൻ. അങ്ങനെ ചാർജ് ചെയ്തിട്ട് നമ്മളെ കൂടുതൽ ബോധമുള്ളവരാക്കിയിട്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വിടും. വീണ്ടും അതൊന്ന് മയപ്പെടേണ്ട സന്ദർഭമാകുമ്പോഴേക്ക് അസ്ർ ബാങ്ക് കൊടുത്തു. ഉടനെ നമ്മൾ തിരിച്ചു വരുന്നത് പടച്ചതമ്പുരാന്റെ അടുത്തേക്കാണ്. അഖിമിസ്സലാത്ത ലിസ്സിക്രി എന്ന് പറയാൻ കാരണം അതാ. അപ്പൊ പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ഓർമ്മയിൽ ഇടപെടലുകൾ ശരിയായി രൂപപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിന് വിപ്ലവകരമായ, പരിവർത്തനകരമായിട്ടുള്ള ഒരു മാനമുണ്ട്. ആ മാനത്തെ ഇല്ലാതാക്കി എല്ലാ പ്രവാചകന്മാരുടെയും സിദ്ധാന്തങ്ങളെ, കൽപ്പനകളെ പിൽക്കാലക്കാർ ചെയ്തതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിലും വെറുമൊരു മതമാക്കി ചുരുക്കുക എന്നത് സംഭവിച്ചിട്ടുണ്ട്. ചരിത്രത്തിലുടനീളം അത് കാണാമല്ലോ. ഒരുതരം ട്രഡീഷനെ സ്ഥാപനവൽക്കരിക്കുക, പ്രവാചകന്മാരുടെ ട്രഡീഷനെ കേവലം ഒരു മത ട്രഡീഷൻ മാത്രമാക്കി മാറ്റുക. ഇപ്പൊ ഇസ്രായേൽ സമൂഹത്തിൽ, യഹൂദ സമൂഹത്തിൽ പിൽക്കാലത്ത് രൂപപ്പെട്ടിട്ടുള്ള ഒരു ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ലി ട്രഡീഷൻ ഉണ്ട്. അവരിൽപ്പെട്ട ലേവ്യരാണ് പൗരോഹിത്യ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത്. പൗരോഹിത്യപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ലേവ്യർ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ കുത്തകയായിരുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബ്രാഹ്മണ്യം അവർക്കിടയിൽ രൂപപ്പെട്ടു. ആ ഒരു ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ലി ട്രഡീഷൻ എന്ന് പറയുന്നത് ഇവരെന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തമായിട്ട് മാറി, അല്ലെങ്കിൽ അധികാരമായിട്ട് മാറി. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹി എന്നാണ് ഖുർആൻ പറയുന്നത്. അവർ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹുവിനെ കൂടാതെ റബ്ബുകളാക്കി. റുബീയ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം കഥ. റുബീയ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ആ ഒരു ട്രഡീഷനിൽ നിന്ന് കടന്നു വന്ന ഒരാളാണ്. അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു, അല്ലയോ അള്ളാഹുവിന്റെ റസൂലേ, അവരാരും ഇവരെ ആരാധിക്കുന്നില്ലല്ലോ, അവരാരും ഈ പണ്ഡിത പുരോഹിതന്മാരെ ആരാധിക്കുന്നില്ലല്ലോ. പ്രവാചകൻ ചോദിച്ച ചോദ്യം, ഹലാൽ ഹറാമുകൾ നിർണയിക്കാനുള്ള അധികാരം ഇവർക്ക് നൽകപ്പെട്ടിട്ടുണ്ടോ? ഈ ഹദീസിന്റെ പരമ്പരയിൽ ദൗർബല്യമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ വിഷയമല്ല. ആശയം തീർത്തും തൗഹീദിന് നിരക്കുന്നതാണ് എന്നുള്ളതാണ് പ്രധാനം. ഹലാൽ ഹറാമുകൾ തീരുമാനിക്കാനുള്ള അവകാശം ഈ പണ്ഡിത പുരോഹിതന്മാർക്ക് നൽകപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. എങ്കിൽ അത് തന്നെയാണ് അവർക്കുള്ള ഇബാദത്ത്. അല്ലാതെ അവരെ വിഗ്രഹങ്ങളാക്കി വെച്ച് പൂജിക്കുക എന്നുള്ളതല്ല. അപ്പോൾ ആ ഒരു പ്രീസ്റ്റുകൾ, പുരോഹിതന്മാർ, പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു സംഗതി ആളുകൾ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം കൈയടക്കിയതോടുകൂടിയാണ് ഇനി പറഞ്ഞതുപോലെ മതം എന്ന് പറയുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പുരോഹിതനായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സങ്കല്പിക്കാൻ നമുക്ക് പറ്റും? നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. പുരോഹിതന്മാരായിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. പോട്ടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പുരോഹിതനായിട്ടാണോ അദ്ദേഹം ജീവിച്ചത്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതം, പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു പുരോഹിതന്റെ സ്വഭാവത്തിലുള്ളതാണ്.
അങ്ങനെയൊന്നുമല്ല. ഉസ്മാനെ കുറിച്ചും അലിയെ കുറിച്ചും മറ്റു സഹാബാക്കളെ കുറിച്ചും ഒക്കെ നോക്കിയാലും ഇങ്ങനെ നമ്മൾ അവരുടെ ഒരു സ്വഭാവ വിശേഷം നമുക്ക് കാണാനേ സാധിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? പ്രവാചകന്മാർ അവിടെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് അങ്ങോട്ട് പോവാണ്. പേരുകൾ മാത്രമായിട്ട് നിലനിൽക്കുന്നു. പേരുകൾ മാത്രമായിട്ട് നിലനിൽക്കുകയും പേരുകൾ കേൾക്കുമ്പോൾ ഭക്തി പുരസ്സരം സലാത്തും സലാമും ഒക്കെ ചൊല്ലുകയും ചെയ്യും. ഭക്തി പുരസ്സരം എന്ന് പറയുന്നത് തന്നെയും യഥാർത്ഥത്തിൽ യാന്ത്രികമായ ഒരു പ്രക്രിയയാണ് കേട്ടോ. ഭക്തി ആരെങ്കിലും കൊണ്ടൊന്നും ഇടുന്നതൊന്നുമല്ല. പേര് കേൾക്കുമ്പോൾ നമുക്ക് ഭക്തി അങ്ങ് വരലാണ്. അപ്പൊ അതങ്ങനെ യാന്ത്രികമായിട്ട് സ്വലാത്തും സലാമും ചൊല്ലുകയും ചെയ്യും. പക്ഷെ അങ്ങനെ സ്വലാത്തും സലാമും ചൊല്ലാനുള്ള പേരുകൾ മാത്രമായിട്ട് പ്രവാചകന്മാർ മാറുന്നു എന്നുള്ളതാണ് ഈ മതം എന്ന് പറയുന്ന ഒരു സ്ഥാപനവൽക്കരണം വഴി അവിടെ സ്ഥാപിക്കപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രീസ്ലി ട്രഡീഷനാണ്. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള മനുഷ്യനെ ഒരു അലിനേറ്റ് ചെയ്യുന്ന ഒരു ട്രഡീഷനാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ക്രൈസ്തവർക്കിടയിലുള്ള എക്ലസിയാസ്റ്റിക്കൽ സപ്രീമസി, അവരുടെ ഈ സഭകൾക്കും ആ സഭകളുടെ കൂട്ടായ്മക്കും സുന്നഹദോസിനും ഒക്കെ നൽകുന്ന പരമാധികാരം, ചരിത്രമാണ് അതൊക്കെ. അതുപോലെ പേപ്പസി, സിസറോ പേപ്പിസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവമുണ്ട്. ഇങ്ങനെയുള്ള കുറേ സംഗതികൾ. ഇനി മതത്തിന് പുറത്ത് പോലും വിപ്ലവകരമായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ച ആളുകൾ അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യം ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ മാർക്സിസത്തില് തന്നെയും അതിന്റെ പാരമ്പര്യത്തിൽ പോലും ഒരു ഇക്ലസിയാസ്റ്റിക്കൽ സ്ട്രക്ചർ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു പൗരോഹിത്യത്തിൻ്റെതായ ഒരു സ്ട്രക്ചർ, ഒരു ബ്യൂറോക്രാറ്റിക് പാട്രിയാർക്കി അതിനകത്ത് രൂപപ്പെട്ടതായിട്ട് മാർക്സിസ്റ്റ് ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള സാമൂഹിക സംവിധാനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെല്ലാം തന്നെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത് വന്ന ഫിറൗനിസത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവിഷ്കാര രൂപങ്ങളാണ് എന്നാണ് കാണുന്നത്. അപ്പൊ അതിനോടുണ്ടാകുന്ന നമ്മുടെ ബോധത്തെയും എതിർപ്പിനെയും ഒക്കെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ഭാഗത്ത് ധാരാളം വിനോദങ്ങൾ നമുക്ക് അങ്ങോട്ട് തരും. കളികളും നാടകങ്ങളും സിനിമകളും അതുപോലെ സംഗീതവും എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഈ പറയുന്ന നാടകവും സിനിമയും ഒക്കെ തന്നെയും അധികാരത്തിനെതിരായിട്ടും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ട് രൂപങ്ങളുണ്ട് കലാപരമായ ആവിഷ്കാരങ്ങൾക്ക്. കൊട്ടാരം കവികളുണ്ടല്ലോ, നല്ല കവിതകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആകെയുള്ള പണി രാജാവിനെ പ്രകീർത്തിച്ച് പാടുക എന്നുള്ളതാണ്. വേറെ ജോലിയൊന്നും അവർക്കില്ല. ഭാഷ പഠിക്കുമ്പോൾ അതും കവിതയാണ്. അതേസമയം മറുഭാഗത്ത് രാജാധികാരത്തെ ചോദ്യം ചെയ്തിട്ടുള്ള കവിതയുമുണ്ട്. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ കാണണം. കവികളെ വിശുദ്ധ ഖുർആൻ വിമർശിക്കുമ്പോൾ, സൂറത്ത് ഷുഅറായിൽ വിമർശിക്കുമ്പോൾ, ഷുഅറായിനെ സംബന്ധിച്ച് പറയുമ്പോൾ താഴ്വാരങ്ങളിൽ യാതൊരു ലക്ഷ്യവുമില്ലാതെ അലഞ്ഞു തിരിയുകയും പ്രവർത്തിക്കാത്തത് പറയുകയും എന്നൊക്കെ പറഞ്ഞിട്ട് ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത്തരം ലക്ഷണങ്ങളുള്ള കവികൾ, അവരെ പിന്തുടരുന്നവർ പഴിച്ചു പോകുന്നതാണ് പറയുന്നത്. അവരെ പിന്തുടരുന്നവർ അവരുടെ കവിത കേൾക്കുന്നവരല്ല. ഇങ്ങനെയൊക്കെ ആയിട്ട് അതിനൊക്കെ ഗുണപരമായിട്ടുള്ളൊരു മാനമുള്ളതോടൊപ്പം തന്നെ മറുഭാഗത്ത് ആളുകൾ വെറുതെ രമിപ്പിക്കാൻ വേണ്ടി സന്തോഷിച്ചോളി, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അതേസമയം തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന രോഷത്തെ ഡിസ്ചാർജ് ചെയ്യാനുള്ള വേറൊരുപാട് സംവിധാനങ്ങളും ഇതെല്ലാം അടങ്ങുന്ന വലിയ കാർണിവലുകൾ, ഇങ്ങനെയൊക്കെയാണ് സിസ്റ്റം മുന്നോട്ട് പോകുന്നത് എന്ന് കാണാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും അതിനെതിരായി എഴുന്നേറ്റ് നിൽക്കുന്നവർ അതിന്റെ ഒരു പ്രകടമായ ശക്തമായ ഉദാഹരണമായിട്ടാണ് അസ്ഹാബുൽ കഹ്ഫ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് കാണും. അതുകൊണ്ട് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം, വിശുദ്ധ ഖുർആൻ അവരെ മുൻനിർത്തിക്കൊണ്ട് പറയുന്ന പാഠങ്ങൾ, ഇത് നമ്മൾ വിശകലനം ചെയ്യണം. 3 തലത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, അധികാര നിരാസത്തിന്റെ അനിവാര്യതയാണ്. അന്നവിടെ നിലനിന്നിരുന്ന ഒരു അധികാരമുണ്ട്, അവിടെ റോമൻ അധികാരം. റോമിലെ എഫെസൂസിലാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് മറ്റ് ചില സോഴ്സുകളൊക്കെ വെച്ചിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. മുഫസ്സിറുകളിൽ ബഹുഭൂരിഭാഗം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശരിയാവാനാണ് സാധ്യത, അല്ലാഹു അലം. റോമിലെ എഫെസൂസിൽ റോം അന്ന് ഭരിക്കുന്നത് ദെസിയൂസ് എന്ന ഒരു കൈസറാണ്. ദെസിയൂസ് എന്ന കൈസർ അല്ലെങ്കിൽ സീസറാണ് റോം ഭരിക്കുന്നത്. ആ സമയത്ത് മതപരമായിട്ടുള്ള മർദ്ദനങ്ങളുടെ കാലമായിരുന്നു റോമിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അന്നേരം അതാണ്. പിന്നീട് റോം ക്രിസ്ത്യാനിയായി അല്ലെങ്കിൽ ക്രൈസ്തവമായി എന്നുള്ളത് പിന്നീടുണ്ടായൊരു ചരിത്രം. അപ്പൊ ആദ്യകാലത്ത് നീറോ ചക്രവർത്തിയുടെ കാലത്താണ് യേശു ക്രിസ്തു ജനിക്കുന്നത് അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാം ജനിക്കുന്നത് എന്നാണ് ചരിത്രം. നീറോ ചക്രവർത്തിയുടെ കാലത്ത്. എന്തുകൊണ്ട് യഹൂദരുടെ ചരിത്രത്തിൽ ഈ റോമും കൂടി മിക്സായി വരുന്നു എന്ന് ചോദിച്ചാൽ അന്ന് യഹൂദർ റോമിന്റെ ആധിപത്യത്തിന് കീഴിലായി. അങ്ങനെ നീറോ ചക്രവർത്തിയുടെ കാലത്ത്
നീറോ ചക്രവർത്തിയെ കുറിച്ച് നമുക്കറിയാം. റോമാ സാമ്രാജ്യം കത്തിയേരിയുമ്പോൾ ആ കത്തിയേരിയിലും നമുക്ക് ആവശ്യമുണ്ട്. വീണ വായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥയുണ്ട്. അദ്ദേഹം അങ്ങനെ വീണ വായിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഒരു ഉത്തരവാദിത്വം മനുഷ്യരോടില്ലാത്ത ഒരു ഭരണാധികാരി എന്ന നിലക്കുള്ള ഒരു മെറ്റഫറായിട്ട് അവതരിപ്പിക്കപ്പെടുന്നതാണ്. അപ്പൊ നീറോയുടെ കാലത്ത് ഈസാ നബി അലൈഹി സ്വലാമയുടെ പ്രബോധനം ആരംഭിക്കുകയും തുടർന്ന് 2.5 നൂറ്റാണ്ടുകളോളം ഏതാണ്ട് 250 AD CE 250 കാലത്താണ്, 245-250 കാലത്താണ് ദെസ്യൂസിന്റെ കാലം. മിക്കവാറും ആ കാലത്താണ് ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം നടക്കുന്നത്. ഇത് നമ്മുടെ അനുമാനം മാത്രമാണ്. ഇവരുടെ പേര്, ഇവരുടെ എണ്ണം, ഇവരുടെ വംശം, ഇവരുടെ ഗോത്രം, ഇവരുടെ ദേശം, ഇതൊക്കെ ഖുർആൻ അങ്ങ് ഉപേക്ഷിച്ചിട്ടുണ്ട്. ഖുർആൻ ചില കഥകളൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ്, ചിലരെ കുറിച്ച് അങ്ങോട്ട് പറയും. നമുക്ക് അനുമാനിക്കാം, അതിൽ തെറ്റില്ല, അനുമാനിക്കണം. അത് ചരിത്ര പഠനത്തിന്റെ ഭാഗം, അക്കാഡമികം മാത്രമാണ്. എന്നാൽ ഇത് അവരിൽ ഒതുങ്ങുന്നതല്ല. അവരെ പോലെ വേറെയും ആളുകൾ ദുനിയാവിലുണ്ട് എന്നൊരു പ്രഖ്യാപനമാണ്. അതുകൊണ്ടാണ് എണ്ണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എണ്ണമില്ലാത്തത് കൊണ്ടോ അക്കാദമിക പഠനത്തിൽ എണ്ണം പ്രധാനമല്ലാത്തത് കൊണ്ടോ അല്ല പടച്ച തമ്പുരാൻ പറഞ്ഞത്. ആ എണ്ണത്തെക്കുറിച്ച് നിങ്ങൾ തർക്കിക്കേണ്ട, അതങ്ങോട്ട് വിട്ടുകളാം. എത്ര കൊല്ലം ഉറങ്ങി അതങ്ങോട്ട് വിട്ടുകളാം. എന്നാൽ ക്രിസ്ത്യൻ ട്രഡീഷനിൽ 7 സ്ലീപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അത് കുറേയൊക്കെ മിത്തുകൾ കലർന്നിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു കഥയുണ്ട്. അതുമായി ചേർത്തിട്ടൊക്കെയുള്ള പഠനത്തിലാണ് ദെസ്യൂസിന്റെ കാലത്താണ്, എഫെസൂസിലാണ് എന്നൊക്കെ പറയുന്നത്. ആ ഒരു കേന്ദ്രീകൃതമായ അധികാര നിരാസത്തിന്റെ ഒരു അനിവാര്യതയാണ് ഇതിലെ 1ാമത്തെ പാഠം. ലാ ഇലാഹ എന്ന് പറയുന്നത് തന്നെ എനിക്ക് മേൽ മറ്റൊരു പരമാധികാരിയുമില്ല എന്ന് തന്നെയാണ്. കാരണം പരമാധികാരികളൊക്കെ ദൈവസ്ഥാനം സ്വയം അവകാശപ്പെട്ടവരാണ്, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ. ജനിമൃതികൾ തീരുമാനിക്കാൻ അവകാശമുള്ളവനാണ് ഞാൻ എന്ന് നമ്രൂദ് പറയുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ ജനിമൃതികൾ തീരുമാനിക്കാൻ അവകാശമുള്ളവൻ. അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് ഫിർഔൻ നേർക്ക് നേരെ അങ്ങോട്ട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ആ സ്ഥാനത്ത് നിൽക്കുന്നവനാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്. ചിലരങ്ങനെ അവകാശപ്പെടില്ല, കാരണം മതേതരമായിരിക്കും സിസ്റ്റം. എന്നാൽ പോലും അവർ നിൽക്കുന്നത് ആ സ്ഥാനത്ത് തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ലാ ഇലാഹ എന്ന് പറയുമ്പോൾ അധികാര നിരാസമാണ്, ദുരധികാരത്തിന്റെ നിരാസം. 2ാമത്തത് അധികാരത്തിന്റെ നശ്വരതയെ കൂടി സൂചിപ്പിക്കുന്നതാണ്. കാരണം ഇവരൊന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് മൊത്തം അവസ്ഥ മാറിപ്പോയി. ഈ ആളുകളൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്ക് എത്ര കാലം ഉറങ്ങി എന്നുള്ളതല്ല പ്രശ്നം, നൂറ്റാണ്ടുകൾ ഉറങ്ങി എന്നാണ് സാധാരണ പറയുക. ആയിക്കോട്ടെ, പടച്ച തമ്പുരാന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, അതും അതിനപ്പുറം സംഭവിക്കും. നൂറ്റാണ്ടുകളോളമെങ്കിലും ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും അന്തരീക്ഷം മൊത്തം മാറി. അപ്പൊ അധികാരത്തിന്റെ ഒരു നശ്വരത അതവിടെ നിലനിൽക്കുന്നതല്ല. അതിനിടയിൽ എത്ര ചക്രവർത്തിമാര് മാറി 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 വന്നു. ഇതാരുടെയെങ്കിലും കയ്യിൽ നിൽക്കുന്നതാണോ? റോമിന്റെ ചരിത്രമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 4 ചക്രവർത്തിമാരുടെ വർഷം എന്നറിയപ്പെടുന്ന ഒരു കാലം കൂടിയുണ്ട്. ഒരൊറ്റ കൊല്ലത്തിൽ 4 ചക്രവർത്തിമാർ. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? പരസ്പരം അധികാരത്തിന് വേണ്ടി തല്ലുപിടിക്കുക. ഇവർക്ക് എവിടെ മനസമാധാനം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കണം. ഈ ലോകത്ത് ഒരുപാട് വിനാശങ്ങൾ ഉണ്ടാക്കുന്ന അധികാരത്തിന് വേണ്ടി നമ്മുടെ സയനിസ്റ്റ് പ്രധാനമന്ത്രിയുടെ കാര്യം എടുക്കുക, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാര്യം എടുക്കുക. ലോകത്ത് മുഴുവൻ യുദ്ധം ഉണ്ടാക്കിയിട്ട് ആളുകളൊക്കെ നിലവിളിക്കുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് സമാധാനത്തിൽ ഉറങ്ങാൻ സാധിക്കുക എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? തങ്ങളുടെ സമാധാനം കെടുത്തുന്നത് തങ്ങളുടെ പ്രവൃത്തി തന്നെയാണ് എന്ന തിരിച്ചറിവില്ലായ്മയാണ് യഥാർത്ഥത്തിൽ അവരുടെ കുഫർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്തായാലും ഒരു മനസ്സമാധാനമില്ല. ഇതങ്ങ് പോയി പോവോ, കസേര അങ്ങോട്ട് ഇളകിപ്പോവോ എന്നുള്ള പേടിയിൽ നിരന്തരം ജീവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ സ്വതന്ത്രരല്ല. ആളുകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നവർ യഥാർത്ഥത്തിൽ ഒരിക്കലും സ്വതന്ത്രരാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. 3ാമതൊരു സംഗതി എന്ന് പറഞ്ഞാൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ഉണർച്ചയാണ്. ആ ഉണർവ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിന്റെ തന്നെ ഉണർവാണ്. അസ്ഹാബുൽ കഹ്ഫ് ഉറങ്ങി എണീറ്റതാണ്. പക്ഷെ ആ ഉറങ്ങി എണീറ്റു എന്ന് പറയുന്ന പ്രക്രിയയെ നമ്മളൊന്ന് അലിഗറൈസ് ചെയ്താൽ, മെറ്റഫറൈസ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ജഡമായി കിടക്കുന്ന അല്ലെങ്കിൽ നിർവികാരമായി കിടക്കുന്ന ഒരു സമൂഹം അത് ഒരു നാൾ സടകുടഞ്ഞ് എഴുന്നേൽക്കുക തന്നെ ചെയ്യും. അത് ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രവചനം കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ എന്തായിരുന്നാലും ഈ 3 തലങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഹിസ്റ്ററിയെ, ഈ ചരിത്രത്തെ നമുക്ക് വിശകലനം ചെയ്യാൻ വേണ്ടി പറ്റും. അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി മൗലികമായിട്ട് ഖുർആൻ പറയുന്ന ഒരു കാര്യം, ഖുർആൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം
വസിദ്നാഹും ഹുദ. ഇവിടെ ഫിത്യത്ത് എന്ന് പറയുന്നത് യുവത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. രണ്ടാമത്തത് ആമനൂ ബിറബ്ബിഹിം, അത് ഈമാനെ സൂചിപ്പിക്കുന്നതാണ്. വസിദ്നാഹും ഹുദ എന്ന് പറയുമ്പോൾ ഹിദായത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ മൂന്ന് ആശയങ്ങളെ ഒന്നാമതായിട്ടും റീഡിഫൈൻ ചെയ്യുന്നുണ്ട് ഖുർആൻ ഈ ഒരൊറ്റ സംഭവത്തിലൂടെ. എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. ഈ മൂന്ന് ആശയങ്ങളെ റീഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മൂന്ന് ആശയങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിൽ മനുഷ്യന്റെ ശാസ്ത്ര സാമൂഹിക ബോധമടക്കം ഉൾപ്പെടുന്ന സ്വഭാവത്തിൽ സമൂഹത്തിൽ കൺവെൻഷനലായിട്ട് നിലനിൽക്കുന്ന ധാരണകളെ അപനിർമ്മിക്കുന്നു, ഡീകൺസ്ട്രക്ട് ചെയ്യുന്നു. എങ്ങനെ എന്ന് നമുക്ക് പരിശോധിക്കാം. തീർച്ചയായിട്ടും അസ്ഹാബുൽ കഹ്ഫ് അവരെ സംബന്ധിച്ച് പറഞ്ഞ വർത്തമാനമാണ് പ്രധാനം. ഇത് അവൽ ഫിത്യത്തു ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം, അവർ അവരുടെ റബ്ബിനെ മനസ്സിലാക്കി, റബ്ബിൽ ഈമാൻ കൈക്കൊണ്ടു. ഒരു കൂട്ടം ചെറുപ്പക്കാർ. വസിദ്നാഹും ഹുദാ, ഹിദായത്ത് എന്ന് പറഞ്ഞാൽ നിന്നിടത്ത് നിൽക്കുന്ന സാധനമല്ല എന്നും കൂടിയാണ് അതിന്റെ അർത്ഥം. ഞാൻ ഹിദായത്തിലായി അതുകൊണ്ട് സ്വർഗത്തിലാണ്, അങ്ങനെയല്ല. വസിദ്നാഹും ഹുദാ, ഹിദായത്ത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലൂടെയും നിലപാടുകളിലൂടെയും വളർന്നു പൂർണ്ണതയിലെത്തുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഹിദായത്ത് എന്നൊരു തിരിച്ചറിവ് കൂടി. ഈ പറഞ്ഞത് അതിന്റെ ഒരു ആമുഖം മാത്രമാണ്. അതിൽ നമുക്ക് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ചില തിരിച്ചറിവുകൾ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് അവരുടെ ചരിത്രത്തിലേക്ക് വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് എന്ത് പറയുന്നു, എന്തുകൊണ്ട് അവർ എക്കാലത്തേക്കും അള്ളാഹുവിന്റെ മഹാദൃഷ്ടാന്തങ്ങളിൽ ഒന്നായിട്ട് മാറുന്നു എന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സച്ചരിതരായ ആളുകളെ മാതൃകയാക്കിക്കൊണ്ട് ഏറ്റവും നേരായ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.